എടാ റെഡിയായ? എടാ ശരിക്കും നോക്കടാ, TV 4 തട്ട് കെട്ട്. എടാ നീ വന്ന് ഇവിടെ ആന്റിന് തിരി. നമ്മൾ ജനിക്കുന്നത് മുതലേ നമുക്ക് കിട്ടുന്നവരാണ് നമ്മുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയത്തി, പിന്നെ കുറേ ബന്ധുക്കളും. പക്ഷേ ഇവരാരും അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വരുന്നവരാണ് പ്രണയിനി, ഭാര്യ, പിന്നെ കുറേ നല്ല സുഹൃത്തുക്കളും. നമ്മളെല്ലാവരും പറയും നമുക്ക് അവനെ നല്ലപോലെ അറിയാം, അവളെ നല്ലപോലെ അറിയാമെന്നൊക്കെ. പക്ഷെ ആർക്കും ആരെയും പരിപൂർണമായിട്ടൊന്നും അറിയില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെ വിശ്വാസങ്ങളൊക്കെ തകരാൻ. അതോടൊപ്പം നമ്മൾ ബന്ധങ്ങൾ തകരും. ഇത് ഞങ്ങളുടെ കഥയാണ്, അല്ല ഞങ്ങളുടെ ജീവിതമാണ്. എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും. അതുപോലെ നമുക്കുണ്ട്. നമ്മളൊക്കെ എങ്ങനെ പുറമെ വിളിക്കുന്നത് ജിതിൻ, സമർ, സാമും ഞാനും പിന്നെ സിപ്പ് പൊടിക്കണ കാലം മുതൽ ബിയർ അടിക്കണ കാലം വരെയുള്ള കൂട്ടാം. ഞാനിടയ്ക്ക് ചായ കുടിക്കണ ഗ്യാപ്പിൽ കയറിയതാ. എല്ലാ തുടക്കങ്ങൾക്കും ഒരു അവസാനമുള്ളതുപോലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു അവസാനമുണ്ട്. August 28 സാമിൻ്റെ ബർത്ത്ഡേ ദിവസം. നീ എന്തിനാണ് അവൻ്റെ പിറന്നാളിനൊക്കെ ചെലവെടുക്കുന്നത്? അവനാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ. ഒന്ന് നിർത്തുക മൈരേ. അവൻ്റെ അവസ്ഥ മറ്റേരൊക്കെ വന്നിട്ട് എനിക്കറിയാം, നിനക്കും അറിയാമല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ? ഇനിയിപ്പോൾ അവൻ്റെ അവസ്ഥ നിനക്കാണോന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ചുമ്മാ കണ്ട, ഇതാണ് ജിതിൻ്റെ സ്വഭാവം. ഒരാളില്ലെങ്കിൽ മറ്റാളെ പറ്റി കുറ്റം പറയും. എടാ ഒമാരൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ, പക്ഷെ 10 പൈസയുടെ ചിലവില്ല. ഭയങ്കര രചികളാ. പക്ഷേ വെള്ളം അടിക്കാൻ ആര് വിളിച്ചാലും. എടാ ജോമോൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണ്ടേ? അവനൊരു ഉള്ളാടാ, ഞാനൊന്നുമില്ല. ജേടിയുണ്ടെന്നാ കേട്ടെ. ഇവനത്ര നന്മാരൊന്നല്ല, ഒരു കാലത്ത് കള്ളവടിയായിരുന്നു മെയിൻ. ഇതാണ് സമർത്ഥ സ്വഭാവം, അടിച്ച വാളയ്ക്കും. അത് മാത്രല്ല, ഇതാണ് 1 പറഞ്ഞാൽ 2ാമത്തെ അടിയാണ്. നീ ആരുടെ ഉണ്ടാക്കി നോക്കി നിൽക്കേ, വന്ന് വണ്ടികളിൽ. ഓ ഞാനിവിടെ ഉണ്ടാവണോ? നീ ഒന്ന് വിളിച്ചു സാമേ, 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 സാമേ. ഇതാണ് സാമു. ആളൊരു ഇൻട്രോവേർട്ടാണ്. എത്രത്തോളം ഇൻട്രോവേർട്ടാണെന്ന് ചോദിച്ചാൽ സ്വന്തം കാമയോട് ഇഷ്ടം പറയാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് എന്തുണ്ടായത് നിങ്ങൾ തന്നെ കണ്ടോ. തന്നെ ഇന്ന് വീഴ്ത്തിരിക്കുകയാണ്. പറയടാ പറയടാ, എന്ത് പറയാതെ പോയി പറയടാ, എന്ത് പറ്റി സ്റ്റക്കായി? പിന്നെ ഇത് റോമിയോയോ കടിച്ചു പിടിച്ചോണ്ട് പോയി. അങ്ങോട്ട് വെച്ച് പൂ കൊടുക്കുന്നു. ഇഷ്ടായോ? അതെ, ഞാൻ കുറച്ച് കയറിങ്ങ.
എന്നാ വാ കേറ്. മുറുക്കെ പിടിച്ച് ഞാൻ കുറച്ച് സ്പീഡാ. വാടാ. അല്ലയാ കുറച്ച് പെട്രോള്. പെട്രോളോ? എൻ്റെ എവിടുന്ന്? അത് വേണ. അല്ലയാ വാ പോവാ. എടാ ഇനി ഈ പറയണൊക്കെ ശരി തന്നെ, ഈ ഗൾഫിൽ കയറി പോണ കാര്യം? അതേടാ അവൻ പോയി രക്ഷപ്പെട്ടെ. ആ എന്നാ അവന് കൊള്ളാം. എത്ര നാളെന്ന് വെച്ചാടാ വീട്ടുകാരെ ദിവസം ജീവിക്കണേ. ശരിയല്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ കുപ്പിയുടെ ഷെയർ 500 രൂപ ജീപ്പിലേക്ക് ഇട്ടേക്ക്. അതൊക്കെ തരാടാ. തരേടെ. ഓസിനാണെന്ന് മുമ്പൊന്നും പോരാ, കൂടുതലുള്ളവരെ കുറ്റം പറയുന്ന മാതിരി. എടാ അവനും നിന്നെ പോലെ തന്നെയല്ലേ, അവൻ്റെ ഇല്ലാത്തോണ്ടല്ലേ. എടാ അവനെവിടെ? ഫോണൊന്നുമില്ലടാ. കൊള്ളൂല്ലേ? നിനക്ക് വേറെ ഒന്നും കിട്ടിയടാ? ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിതിനും സമറും ഉണ്ട്. നമ്മളപ്പോൾ ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോവാണ്, സെലിബ്രേഷൻ ആക്കാൻ പോവാണ്. അപ്പോൾ അഡിയോസ് അമിഗോസ്. ഒന്ന് വെച്ചിട്ട് വന്നേടാ. എടാ ഞാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും മെമ്മറീസ് വേണ്ടേ? ശരി ശരി വന്ന് കയറും. കയറ്, പോയിട്ടാണ് 2 അടിച്ച് ചാർജ് ആവാൻ. എടാ ഒരു 20 തന്നാടാ. 20 രൂപ എൻ്റെ ഒന്നുമില്ല മയിലും. കുറച്ച് കാശ് വന്നപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലടാ. കുറച്ച് കാശ് വന്നപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേന്ന്. എടാ മിണ്ടായിറ വേണമേ, ഈ കുപ്പി എടുത്തുന്നവനല്ലേ, എന്നിട്ട് അവൻ്റെ കുറ്റം പറയാൻ വേണ്ടി. ഹലോ ആടി, ഞാനേ ട്രെയിനിന് പോവാ മലപ്പുറത്തൊരു ഫ്രണ്ടിനെ കാണാൻ. ഇല്ലടി, ഞാൻ തന്നെ തിരിച്ചെത്തു, സത്യം കിട്ടും. പോവാണോ നീ? ഓക്കെ ബൈ. കൂട്ടരല്ല ഇതുപോലെ വള്ളിയാ. ചേട്ടാ എത്രയായി? ഇട്ടിട്ടുണ്ടേ ചേട്ടാ ആ പാട്ടിൻ്റെ ഓളി ഒന്ന് കൂട്ടാവോ? സാവേ നിന്റെ അപ്പം വരില്ലല്ലോ. ഇല്ലടാ, അവരൊക്കെ വൈകിട്ടേ വരത്തുള്ളൂ. സമയം വെള്ളം എടുത്ത് വെച്ചടാ. മുറുക്കൊക്കെ ഉണ്ടല്ലോ. ഏ ദാസപ്പ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കൂ. ഗുഡ് ബൈ. നമുക്ക് ടെറസിൽ നിന്ന് അടിച്ചാലാ? അതാ ടെറസിന്റെ വെട്ടം വിളിച്ചാൽ കാണൂലേ. എടുത്തോണ്ട് പോ. പോലെ പോലെ ദാസപ്പ. സ്പീക്കർ ഓഫ് ആക്കി. Happy birthday to me.
രാവിലെ ഇട്ടോന്നാ. നിന്റെ ഒരു മാൻഷൻ ഹൗസ് രാവിലെ ഇട്ടോന്ന്. എന്താ സാധനം? ഫ്രഞ്ച് സാധനം കൊള്ളാലോ. നല്ല എടാ നമ്മൾ മറ്റേ അരുണില്ലേ? ഏതായിരുന്നു? അത് നമ്മുടെ കൂടെ കൊച്ചിയിൽ നിന്നടാ. ആ അവന്മാർക്ക് ഇവിടെ നിന്ന് ബ്ലാക്ക് മണി കിട്ടിയത്. ലൈഫൊക്കെ സെറ്റിലായെന്നാണ് കേൾക്കണത്. നമ്മുടെ സഹലില്ലേടാ, അവൻ്റെ കൂട്ടുകാരുടെ നിന്ന് കിട്ടിയ വാർത്തയാ. ഒന്ന് നിർത്തുമോ മയിലേ? ഇവിടെയും തുടങ്ങിയ നിന്റെ അയൽക്കൂട്ടം പരിപാടി ഒരുമാതിരി. അവർ വല്ല ബിസിനസ്സും ചെയ്തവിടെ ബ്ലാക്കാണ് പോലും. എടാ ഇവനുണ്ടല്ലോ അളിയ, സത്യം പറയാ നിനക്ക് മടുത്തില്ലേ? ഓരോരുത്തന്മാരുടെ കുറ്റം എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. സത്യം ഒരുമാതിരി കലിങ്കേരുന്ന് പരദൂഷണം പറയുന്നത്. കുടുംബശ്രീ കുടുംബശ്രീ കുടുംബശ്രീ. എടാ ഒരു മിനിറ്റേ. അലിയോ ഹലോ. ഏതോ പുതിയ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ പറയാണ്ടോ. തിരക്കിലോ? എടാ ഞാൻ വിളിക്കാന്ന്. ആ ആരാളിയാ? അതൊക്കെയുണ്ട്. ബോയ് ഓർ ഗേൾ? പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. അതൊക്കെ ഞാൻ വിട്ട്. സൂര്യനാണ്ട് പഴയ ഒരു കാലം ഉണ്ടായിരുന്നു. ആരേനല്ലേ? പണ്ട് കാശ് കൊടുത്ത് വരെ അടിക്കാൻ പോകാനാണ് നീ. ഒരു പെണ്ണ് വന്നപ്പോ നീ പുണ്യാളൻ. ഡേയ് നിന്റെ ക്യാഷ് ഇല്ലേ? നിനക്കും പോയി അടിച്ചൂടെ? നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൺലി വളച്ചടി. അതിന് നീ ഏത് പെണ്ണിനാടാ വളച്ചടിച്ചിട്ടുള്ളത്? ചുമ്മാ ഷോ. ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണുങ്ങളെ ആരും വിശ്വസിക്കണ്ട. അതിപ്പോൾ എൻ്റെ പെണ്ണാണെങ്കിലും ഇവൻ്റെ പെണ്ണാണെങ്കിലും ഒരുത്തിനെയും വിശ്വസിക്കണ്ട. എല്ലാവരും മൂഞ്ചിക്കും. അത് പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളാണെങ്കിലും മൂഞ്ചിക്കും. ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞ ആളിയാ. അവനത് പറയാ. അവനെ പെണ്ണിനെ അടിച്ചോണ്ട് പോയല്ലാണ് നീ. ചുമ്മാ എടാ സാമേ, എടാ നീ അത് വിടടാ. അളിയാ എടാ നീ അതൊന്ന് വിടടാ, വിടടാ. അളിയാ ഇവൻ അവളോട് ക്രഷുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇവനാണെങ്കിൽ അതെന്നോട് പറഞ്ഞതുമില്ല. പിന്നെ ഞാൻ കയറി പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ അവൾ കയറി യെസ് പറയുമെന്ന് ഞാൻ വിചാരിച്ച. ഇതാ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. പോരാത്തതിന് അവൾക്ക് ഓട്ടവൻ്റെ കാശിനോടായിരുന്നു. അതാണെങ്കിൽ പാവം സാമിൻ്റെ ഇല്ലാണ്ട് പോയി. ഈ മയില്. എടാ വാ നമുക്ക് രണ്ട് പെങ്കടിക്കാം. ഈശോ സമർ വെള്ളം തീർന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഞാനും സാമും കൂടി എടുത്തോളാം. എടാ വാടാ, നടക്ക്, എണീക്കടാ. എടാ സാമറേ, എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ടോ? എന്തിനാടാ മോനെ? നീ ഇങ്ങനെ ഫണ്ട് ഇറക്കി ഓരോരുത്തനെ സെറ്റാക്കി ക്യാഷ് ഇറക്കി ഓരോരുത്തനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് കാണുമ്പം എനിക്ക് നല്ല അസൂയുണ്ട്. പിന്നെ നീ നേരത്തെ അവൻ്റെ കൂടെ തന്നെ കളിയാക്കിയില്ലേ ഞാൻ സ്നേഹിച്ച കൊച്ചിനെ വെച്ചിട്ട്? നിങ്ങൾക്ക് തമാശയായിരിക്കും, എനിക്ക് അങ്ങനെ അല്ല കളിയാ. എടാ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നീ ആ കോളേജ് വെച്ച് നോക്കിയ പെൺകുട്ടിയില്ലേ, എടാ അവളും ഞാനും തമ്മിൽ കറങ്ങിയാണെന്നുള്ള ഒക്കെയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലടാ. പിന്നെ അന്നത്തെ എൻ്റെ ആ ഇമ്മച്ചർ മൈൻഡ് സെറ്റിൽ ഞാൻ അതും ഇതും ഒക്കെ നടന്നു വെറുതെ പറഞ്ഞ. അത് ഞാൻ ആളാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. എൻ്റെ ഈ ക്യാരക്ടറിനും മൈൻഡ് സെറ്റിനും സെറ്റാവാത്ത കാരണം അവളെന്നെ ഒഴിവാക്കി പോയതാ.
ഞാനിത് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണമെന്നല്ല, തെറ്റായി പോയെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാ. 2-3 മാസമായി ഞാനിത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കും. മേ ബി നീ അത് മറന്നിട്ടുണ്ടാവും, ഞാനായിട്ട് ഓർമ്മിപ്പിക്കണ്ടെന്ന് വിചാരിച്ച. അളിയാ, സത്യമായിട്ടും നിനക്ക് അവളെ ഇഷ്ടണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവൾ ഒരിക്കലും നോക്കില്ലായിരുന്നടാ. പിന്നൊരു കാര്യം, നീ പറഞ്ഞില്ലേ ഞാൻ ഈ ക്യാഷ് ഇറക്കുന്നതും കളിച്ചിറക്കുന്നതൊക്കെ, അതൊന്നും വലിയ കാര്യമില്ലടാ. അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ നിന്റെ ലൈഫിലൊക്കെ ഉണ്ട്. നീയൊക്കെ എന്താടാ അതൊന്നും കാണാത്തേ? നീ പറഞ്ഞ 2 കാര്യത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ വില കൊടുക്കാറില്ല. അതിനെന്നല്ല ഒന്നിനും ഞാൻ വില കൊടുക്കാറില്ല. എടാ, എൻ്റെ ലൈഫിൽ ലിയ വന്നതിന് ശേഷമാടാ സിൻസിയറിറ്റി എന്താണെന്നും ലവിൻ്റെ ഫീൽ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അവളൊന്നതിന് ശേഷം ഞാനാകെ മാറിയത്. പുല്ലേ, നീയൊക്കെ എന്നെ പോലെ ആവാൻ ആഗ്രഹിച്ചേനാ? നീയൊക്കെ എന്താടാ നിന്നെ പോലെ ജീവിക്കാൻ പോണത്? ബി യുവർ സെൽഫ് മാൻ. പിന്നെ നിനക്കുള്ളത് 1 100 നിന്നെ തേടി വരും. ബട്ട് ചൂസ് ഇറ്റ് ട്രൂലി ആൻഡ് വൈസ്ലി. എന്നാൽ ഞാൻ പോയി വെള്ളം എടുത്ത് മുള്ളിയേച്ചും വരാം. നീ അത് മനസ്സിലാക്കല്ലേ? വാ, മേലെ പോവാം. വാ. സമറേ, ഞാൻ ഒരു കാര്യം നിന്നോട് മറച്ചു വെച്ചടാ. എന്താടാ? അത് ഒരു കൂട്ടാൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ മറച്ചു വെച്ചേ. എന്താടാ പോലെ കാര്യം പറ. ആ എടാ വരണേ, നീ എണീക്ക് വാ. 1 മിനിറ്റ്. എടാ മേലെ കയറിയിട്ട് സംസാരിക്കടാ. വാ എണീക്ക്. എടാ അതാ വെള്ളം എത്തിയേ, ഒന്നൊഴുക്കി. എവിടെ പോയടാ? വെള്ളം കോരാൻ പോയാ? നേരത്തെ ഒഴിച്ചു വെച്ച. എടാ നീ താഴെ വെച്ച് എന്താ പറയാൻ വന്നത്? ഏയ് ഒന്നുമില്ലടാ. എടാ പറയടാ. ഒന്നുമില്ലടാ. പറയ്. നീയൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവൾമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ ഇതുവരെ വിട്ടില്ലേ? കുറെ നേരമായാലും പെണ്ണ് പടക്കോ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. നിനക്ക് പെണ്ണിനെ പറ്റി എന്താ അറിയാ? അറ്റ്ലീസ്റ്റ് അവളുടെ മെൻസ്ട്രൽ ഡേറ്റ്സ് എത്ര ദിവസമാണെന്നെങ്കിലും നിനക്കറിയോ? അതൊക്കെ എനിക്കറിയാം. നിന്റെ ഫിയാൻസിയില്ലേ ഇപ്പോഴത്തെ കാമുകി, അവളെ എൻ്റെ ഫ്രണ്ടായിട്ടാണ് നിന്റെ കാമുകി ചെയ്ത്. അവളെനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല നിനക്കായിട്ടൊന്നും അറിയില്ലല്ലോ. നീയൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിലേക്കും. ദേ ആർ നോട്ട് ട്രസ്റ്റബിൾ. നിന്റെ അമ്മയെ പോലെയാ? എന്താടാ? ഏയ് ചുമ്മാ പറഞ്ഞാടാ. എന്താടാ അവനെ ഫീൽ ചെയ്തത്? തോന്നിയൊക്കെ വിളിച്ചേരാതെ തെളിവുണ്ടേ കാണിക്കടാ. അവനോട് വന്നിരി. അവനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒന്നുമില്ല അവൻ്റെ പേര്, ചുമ്മാ. എന്താടാ?
നിനക്ക് നിന്റെ അമ്മയെ പറഞ്ഞപ്പോ കൊണ്ടോ? പുതിയ എന്തോ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്തുകൊണ്ട് തെളിവാ? തെളിവാണ്. തരാ. ഇവന്റെ കാമുകിനെ വിളിച്ച് തരാടാ. ഏയ് ചുമ്മാരിയടേ, അവളെന്തിനാ എത്തി വിളിക്കണം? വേറെ ആരും ഇല്ലല്ലേ? അതെ, വേറെ ആരാ? പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. അഥവാ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ നീ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത്. ചുമ്മാരിയളിയാ. നീ എന്തിനാ പേടിക്കുന്നേ? നിനക്കുള്ള വിശ്വാസമല്ലേ? നീ ധൈര്യമായിട്ട് പറയടാ. വിളിച്ച് തരാടാ. എനിക്കവളെ വിശ്വാസം. ഞാൻ എന്തിനാ വെറുതെ ഈ കോമാളിയുടെ കളി കണ്ടിട്ട്? നീ വിളി വിളി. ഹലോ. ഹലോ, എന്താണ്? അവനിപ്പോ വീട്ടിൽ വരാറില്ലേ? നിനക്കറിയില്ലേ അവൻ എവിടെ പോയതാന്ന്? എന്തേ പതിവ് തെറ്റി ഈ നേരത്ത് വിളിക്കാൻ? അവൻ ഇല്ലാന്ന് അറിഞ്ഞിട്ടുള്ള വിളിയല്ലേടാ? സത്യം പറഞ്ഞാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതെന്താ ഇപ്പൊ നീ അങ്ങനെ ചോദിക്കാൻ? നമ്മൾ തമ്മിൽ അത്രയും നടന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാന്ന്? നീ ഇന്ന് നൈറ്റ് വരുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല എല്ലാ പെണ്ണുകളും ഒരുപോലെന്ന്. അടിയടാ പറയാ, അടി പൊടിക്കാണ്ട് തരാം. ആ അത് തന്നെ തീർക്കടാ. കൊടുക്കടിയാ, നല്ലപോലെ കൊടുക്ക്. ഇപ്പൊ ചതിനാന്ന് എനിക്കറിയായിരുന്നു. ഇത് പറയാനാ ഞാൻ നേരത്തെ തുടങ്ങിയത്. നിനക്കതറിയായിരുന്നോടാ? അറിയായിരുന്നു. എന്നിട്ട് എന്താണ് നിന്നോട് പറയാതെ? ഞാൻ ആ ബർത്ത്ഡേയുടെ സമയത്ത് അവന്റെ ഫോട്ടോയിൽ കണ്ടാടാ. അത് 4-5 ദിവസം മുന്നേലടാ. പിന്നെ എന്താ നീ എന്നോടത് പറയാതെ? ഞാനത് നല്ലൊരു സമയം കിട്ടുമ്പോൾ പറയാന്ന് വിചാരിച്ചു. ഏത് സമയം? പറയടാ, ഏത് നല്ല സമയം? അവളവൻ എന്നെ മുമ്പിച്ച് പോട്ടേന്ന് വെക്കും. പക്ഷെ എല്ലാറിനോട് നീ എന്നെ ചതിച്ചില്ലടാ. ഇല്ലടാ മൈരേ. ഈ ലോകത്ത് നല്ലവരാരും നല്ലവരും അല്ല. നമ്മുടെ ഇടയിൽ മോശക്കാരും മോശക്കാരും അല്ല. എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡാണ്. എല്ലാം ഓരോരോ മുഖംമൂടികൾ. The morning was alive of golden glass. We held the sun like it would never pass. 3 shadows dancing on a whitewashed wall. Too drunk on hope to hear the empire fall. The bread was broken, the laughter was loud. We wore our freedom like a velvet shroud.
turn cold.